നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുക എന്നത് നാമൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ആശയം ഒരുവിധം മുസ്ലിമീങ്ങൾക്കെല്ലാം അറിയാം. നാം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാക്കാണത്. ആ വാക്ക് ഉൾക്കൊള്ളുന്ന കാര്യവും നമ്മൾ ഇഷ്ടപ്പെടുന്നു. എങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ബറക്ക? ഉലമാക്കൾ പറയുന്നത്, പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്നത്, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഹിയ സുബൂത്തുൽ ഖൈരി ഫീ കുല്ലി ഷൈഇൻ വസിയാദതുഹു വൽ ഇന്തിഫാഉ ബിഹി. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഏതൊന്നിലും ഖൈർ സ്ഥാപിക്കപ്പെടലാണ്. വസിയാദതുഹു, പിന്നീട് അതിൽ വർധനവുണ്ടാവലാണ്. വൽ ഇന്തിഫാഉ ബിഹി, ആ ലഭിച്ച ഖൈറിനെ ഉപയോഗപ്പെടുത്താൻ കൂടി സാധിക്കലാണ്. ചിലർക്ക് അല്ലാഹു ഖൈർ നൽകും, എന്നാൽ പലർക്കും അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കാറില്ല. എന്നാൽ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നന്മയുണ്ടാവുന്നതോടൊപ്പം അതിൽ വർധനവും അത് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്ന നല്ല ഒരു അവസ്ഥക്കാണ് യഥാർത്ഥത്തിൽ ബറക്കത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും നമ്മുടെ ശരീരത്തിലും നമ്മുടെ സ്വത്തിലും നമ്മുടെ സന്താനങ്ങളിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ വാഹനങ്ങളിലും എല്ലാറ്റിലും ഈ ഒരു ബറക്കത്തുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിന്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹു പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയിൽ കാണാം, വഖുർ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക വഅൻത ഖൈറുൽ മുൻസിലിൻ. അല്ലാഹുവേ, നീ എന്നെ മുബാറക്കായ, ആ വലിയ പ്രളയമുണ്ടായ സന്ദർഭത്തിൽ കപ്പലിൽ കയറി ബിസ്മില്ലാ കൊണ്ട് തുടങ്ങി ഏത് നാട്ടിലാണോ ചെന്നിറങ്ങുന്നത് അവിടെ ഇറങ്ങുമ്പോൾ, കപ്പലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെയ്യാനുള്ള ദുആണ് അല്ലാഹുമ്മ അൻസിൽനി മുൻസലൻ മുബാറക. അള്ളാഹുവെ, അനുഗ്രഹീതമായ ഒരു ഇറക്കം, ഒരു ഇറക്ക സ്ഥാനം നീ എനിക്ക് നൽകണമേ. അഥവാ ഈ ഒരു നാട്ടിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ നന്മകളും നീ എനിക്ക് തിരിച്ചു നൽകുകയും ഈ രാജ്യത്തിലെ ജീവിതത്തിൽ എനിക്ക് നീ ബറക്കത്ത് നൽകുകയും ചെയ്യണമേ എന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്കും ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കാവുന്നതാണ്. മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ വലിയ അനുഗ്രഹങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, വജഅലനി മുബാറകൻ ഐനമാ കുന്തു. ഞാൻ എവിടെയായിരുന്നാലും അള്ളാഹു എനിക്ക് ബറക്കത്ത് നൽകിയിരിക്കുന്നു. അഥവാ ജനങ്ങൾക്ക് ഉപകാരമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന, ജനങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ, അതേത് സന്ദർഭത്തിലും എന്നെ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമാണുള്ളത്. അപ്രകാരം അള്ളാഹു എനിക്ക് ബറക്കത്ത് നൽകിയിരിക്കുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്റിലെ ഖുനൂത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പ്രത്യേകമുള്ളത്, വബാരിക് ലനാ ഫീമാ അഅതൈത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയതിൽ നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, അല്ലാഹു നൽകുന്നത് വേറെയാണ്, അതിൽ ബറക്കത്തുണ്ടാവുക എന്നത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഏതൊരു നിഅമത്തും ആ നിഅമത്തിൽ ബറക്കത്ത് കൂടി ഉണ്ടാകുമ്പോഴാണ് അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് എന്ന് ഈ ദുആയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ ബറക്കത്ത് എന്നുള്ളത്. എങ്കിൽ ആ ബറക്കത്ത് നേടിയെടുക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തത്, നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം അഥവാ ഉറങ്ങി എഴുന്നേറ്റുള്ള നമ്മുടെ പ്രഭാതം തന്നെ നന്മയിലായിരിക്കണം, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടായിരിക്കണം. ഫജ്ർ നമസ്കാരം ജമാഅത്തോടുകൂടി തന്നെ നിർവഹിക്കുക. അതിനുശേഷമുള്ള അദ്കാറുകൾ ചൊല്ലുക. ശേഷം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുക. ഖുർആനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി. ഈ വേദഗ്രന്ഥം ബറക്കത്തുള്ള ഒരു വേദഗ്രന്ഥമാണ്. ഖുർആൻ ബറക്കത്തുള്ളതാണ്. ആ ബറക്കത്തുള്ള ഖുർആൻ കൊണ്ട് തുടങ്ങട്ടെ. വഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. ഫജ്റിന്റെ സമയത്ത് ഖുർആൻ ഓതിക്കൊണ്ടുള്ള നമസ്കാരം അത് തീർച്ചയായും അല്ലാഹുവിങ്കൽ സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് നമസ്കാരവും ദിക്റുകളും ഖുർആനിന്റെ പാരായണത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ഒരു ദിവസം ആരംഭിക്കേണ്ടത്. പ്രത്യേകിച്ചും സൂറത്തുൽ ബഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഖ്റഉ സൂറത്തുൽ ബഖറ ഫഇന്ന അഖ്ദഹാ ബറക. നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. അത് പാരായണം ചെയ്യൽ ബറക്കത്താണ് എന്നാണ്. അതുകൊണ്ട് വീടുകളിൽ വെച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. അവസരങ്ങൾ ലഭിക്കുമ്പോഴൊക്കെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. രണ്ടാമത്തത്, പ്രഭാത സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹ. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിന് നീ പ്രഭാത സന്ദർഭത്തിൽ ബറക്കത്ത് നൽകണമേ. അപ്പോൾ മുസ്ലിം ഉമ്മത്തിന്റെ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമ്മുടെ ബറക്കത്ത് നിശ്ചയിക്കപ്പെട്ടത് രാവിലെയാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബികൾ കച്ചവടം ചെയ്തിരുന്നത് രാവിലെ തന്നെയായിരുന്നു. അവർ അമലുകൾ തുടങ്ങിയിരുന്നത് രാവിലെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് സലഫുകൾ
പ്രഭാത സന്ദർഭത്തിൽ കിടന്നുറങ്ങുന്നതിന് അവർ വെറുത്തിരുന്നു. കാരണം അള്ളാഹു ബറക്കത്ത് നൽകുന്ന ഒരു സമയത്ത് കിടന്നുറങ്ങാതെ പണിയെടുക്കുക, അധ്വാനിക്കുക, വായിക്കുക, പഠിക്കുക. അപ്പോൾ ആ പ്രഭാത സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മൂന്നാമത്തത്, അങ്ങനെ നമ്മൾ അമലുകളിലും കച്ചവടത്തിലും നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതിൽ സത്യസന്ധത പാലിക്കണം. ബിസിനസിന്റെ കാര്യം, കച്ചവടത്തിന്റെ കാര്യം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ സത്യസന്ധമായി കച്ചവടം ചെയ്യുക. ഒരു വസ്തുവിന്റെ ക്വാളിറ്റി നിങ്ങൾ തുറന്നു പറയുക, അതിന്റെ വിലയും നിങ്ങൾ തുറന്നു പറയുക. അങ്ങനെ സത്യസന്ധമായി കച്ചവടം ചെയ്താൽ ആ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും, ഇല്ലെങ്കിൽ അതിൽ ബറക്കത്തുണ്ടാവുകയില്ല എന്നാണ്. നമ്മുടെ അധിക ആളുകളുടെയും കച്ചവടം എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ സത്യസന്ധതയില്ലാത്തത് കൊണ്ടാണ് എന്നാണ് അതിന്റെ ഉത്തരമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ കച്ചവടവും അമലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ക് നൽകുമല്ലോ. അതെത്ര കുറച്ചാകട്ടെ കൂടുതലാകട്ടെ അതിൽ സംതൃപ്തി പ്രകടിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റദിയ ബിമാ ഖസമല്ലാഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും അനുവദിച്ചു നൽകിയ ഖിസ്മ്, ഓഹരി, ആ ഓഹരിയിൽ ആരെങ്കിലും തൃപ്തിപ്പെട്ടാൽ ബാറക്കല്ലാഹു ലഹു ഫീഹി വവസ്സഅഹു ലഹു, അല്ലാഹു അയാൾക്ക് അതിൽ ബറക്കത്ത് നൽകുകയും കൂടുതൽ വിശാലത നൽകുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ എത്ര കുറച്ച് കിട്ടിയാലും സംതൃപ്തിപ്പെടണം, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ അതിൽ ബറക്കത്തുണ്ടാകുമെന്ന് മാത്രമല്ല, വവസ്സഅഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ വിശാലത നൽകുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ക് നൽകുകയും ഉപജീവനം നൽകുകയും ചെയ്താൽ ആ റിസ്ക് കൊണ്ട്, ആ ഉപജീവനം കൊണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുകയും കുടുംബ ബന്ധം ചേർക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ സറഹു അൻ യുമദ്ദ ലഹു ഫീ ഉംരിഹി വയുബാറക ലഹു ഫീ റിസ്ഖിഹി ഫലിയബറ വാലിദൈഹി വലിയസിൽ റഹിമഹു. നിങ്ങളുടെ ഉംറിൽ നിങ്ങൾക്ക് ദൈർഘ്യം കിട്ടാൻ, അഥവാ ആയുസ്സിൽ ദൈർഘ്യം ഉണ്ടാകാൻ, ഉള്ള ആയുസ്സിൽ തന്നെ ബറക്കത്തും അതേപോലെ തന്നെ കൂടുതൽ കാലം ജീവിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതേപോലെ തന്നെ വയുബാറക ലഹു ഫീ റിസ്ഖിഹി, അല്ലാഹു നൽകിയ റിസ്ഖിൽ ബറക്കത്തുണ്ടാവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഫലിയബറ വാലിദൈഹി, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. മാതാപിതാക്കളോട് നല്ല നിലക്ക് വർത്തിക്കാത്ത ഒരു മക്കൾക്കും ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല. നിങ്ങൾ എത്ര വലിയ ബിസിനസ് സംരംഭം തുടങ്ങിയാലും ശരി, നിങ്ങൾ എത്ര വലിയ സ്ഥാനത്തിരിക്കുന്ന ആളുകളാണെങ്കിലും ശരി, മാതാപിതാക്കളെ അവഗണിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു ബറക്കത്തും ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ വലിയസ്സിലു റഹിമഹു, കുടുംബ ബന്ധം ചേർക്കുകയും വേണം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം തകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക. നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം, എങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അതിന്റെ ബറക്കത്തുണ്ടാകുമെന്നാണ്. അപ്പോൾ സലാം പറയുന്ന ആൾക്കും ബറക്കത്തുണ്ടാകും, ആരോടാണോ സലാം പറഞ്ഞത് അവർക്കും ബറക്കത്തുണ്ടാകും. പല ആളുകളും വീട്ടിൽ കയറുമ്പോൾ സലാം പറയാത്തവരാണ്. ഭാര്യയോടെന്ത് സലാം പറയാനാണ്, മക്കളോടെന്ത് സലാം പറയാനാണ്, മാതാപിതാക്കളോടൊക്കെ സലാം പറയലുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എല്ലാവരോടും സലാം പറയണം. നമ്മുടെ വീട്ടിൽ ബറക്കത്ത് വേണോ, വീട്ടിൽ സലാം പറയുന്ന അവസ്ഥ ഉണ്ടാകണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ഇനി ഏതൊരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ഇജ്തമിഉ അലാ തആമികും വദ്കുറു സ്മല്ലാഹി അലൈഹി യുബാറകു ലക്കും ഫീഹി, നിങ്ങൾ ഭക്ഷണത്തിൽ മാഇദയിൽ ഒരുമിച്ചിരിക്കണം, വേറെ വേറെ ഇരിക്കാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ബിസ്മി ചൊല്ലണം, എങ്കിൽ അതിൽ ബറക്കത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഏതൊരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും ഇസ്തിഖാറ, സ്വലാത്തുൽ ഇസ്തിഖാറ നിർവഹിക്കണം. എന്നിട്ട് അതിലുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന, അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലീ ഫീ ദീനി വദുനിയായ വആഖിബതി അംരി ഫഖ്ദുറുഹു ലീ വയസ്സിറുഹു ലീ സുമ്മ ബാരിക് ലീ ഫീഹി. അല്ലാഹുവേ, ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം ഖൈറാണെങ്കിൽ നീ എനിക്കത് ഖദറാക്കണം, എനിക്കതിൽ എളുപ്പമുണ്ടാക്കണം, പിന്നെ നീ എനിക്കതിൽ ബറക്കത്ത് നൽകണം. അപ്പോൾ ഖദറാക്കലും എളുപ്പമായത് ലഭിക്കലും അതിനു പുറമെ ഉണ്ടാവേണ്ട കാര്യമാണ് ബറക്കത്ത്. നീ എനിക്ക് അതിന് ശേഷം അതിൽ നീ എനിക്ക് ബറക്കത്ത് നൽകുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സഹോദരനോ മറ്റോ അത്ഭുതപ്പെടുത്തുന്ന വല്ലതും നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അസൂയ വെക്കുകയോ അതിന്റെ മനോഹാരിത പറയുകയോ ചെയ്യുന്നതിന് പകരം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഹല്ല ബറക്ത ബാറക്കല്ലാഹു ഫീക എന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നാണ്.
എങ്കിൽ കണ്ണേറ് തട്ടുകയില്ല, അസൂയ കൊണ്ടുണ്ടാകുന്ന പ്രശ്നമുണ്ടാവുകയില്ല. അപ്പോൾ കണ്ണേറ് തട്ടാതിരിക്കുവാൻ പറയേണ്ട വാക്ക് പോലും എന്താണ്? ബാറക്കല്ലാ, അള്ളാഹു ബറക്കത്ത് നൽകട്ടെ എന്നാണ്. അപ്പോൾ ഇഹത്തിലും പരത്തിലും ഒരുപാട് നന്മകൾ ഉള്ള കാര്യമാണ് ബറക്കത്ത്. അത് റഹ്മാനായ റബ്ബിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അതിനുള്ള വഴികൾ ഖുർആനിലും ഹദീസിലും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇരുലോകവും ബറക്കത്തുള്ളതായിരിക്കും. അതിനുവേണ്ടി പരിശ്രമിക്കുക, അധ്വാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.